സ്വതസിദ്ധമായ ശൈലിയിലൂടെ ചാനൽ ചർച്ചകളിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ച ഒരു സംവാദകനാണ് ശ്രീജിത്ത് പണിക്കർ. ശ്രീജിത്ത് പണിക്കർ ചർച്ചയിലുണ്ടെങ്കിൽ എതിരാളികൾ ഒന്ന് വിറയ്ക്കും. ഒപ്പം പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ കൂടി അവരൊക്കെ ഒന്ന് ആലോചിക്കും, വേണോ വേണ്ടയോ എന്ന്. കാരണം തൻ്റെ നിലപാടുകൾ യുക്തിസഹമായി അവതരിപ്പിക്കുന്നതിൽ ശ്രീമാൻ ശ്രീജിത്ത് പണിക്കർ എല്ലാ കാലത്തും മികവ് പുലർത്തിയിട്ടുണ്ട്. നമുക്കറിയാം, 2018-19 കാലത്ത് ശബരിമല പ്രക്ഷോഭവുമായിട്ടാണ് ശ്രീജിത്ത് പണിക്കർ സോഷ്യൽ മീഡിയയിലൂടെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ തൻ്റെ നിലപാടുകൾ പങ്കുവച്ച് യുവതീ പ്രവേശനത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ പ്രതികൂലമായ വാദങ്ങളുമായിട്ട് രംഗത്ത് വന്നയാളാണ് ശ്രീജിത്ത് പണിക്കർ. അദ്ദേഹം അത് പറയുന്നത് യുവതികളോട്, സ്ത്രീകളോട് എന്തെങ്കിലും വിരോധമുണ്ടായിട്ടല്ല, മറിച്ച് അതിന് യുക്തിസഹമായ കാരണങ്ങളും അതിൻ്റെ പരമ്പരാഗതമായി പിന്തുടർന്നു വരുന്ന ആചാര അനുഷ്ഠാനങ്ങളെ വിശകലനം ചെയ്തും ഒക്കെയാണ് അദ്ദേഹം തൻ്റെ അറിവ് പങ്കുവച്ചത്. അതിന് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. അന്ന് തുടങ്ങി പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ഒരു പശ്ചാത്തലം അദ്ദേഹത്തിന് ലഭിക്കുകയും അതിൽ നിന്നുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ സമർത്ഥമായിട്ട് അദ്ദേഹം വിശകലനം ചെയ്യുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ, KM ഷാജഹാൻ പോലെയുള്ള ആൾക്കാർ കഴിഞ്ഞാൽ പിന്നെ ഈ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് ശ്രീമാൻ ശ്രീജിത്ത് പണിക്കർ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ മനോരമ ഒരു ചർച്ചയ്ക്ക്, സംവാദത്തിന് ക്ഷണിച്ചിരുന്നു. മനോരമ, നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളം പുസ്തകോത്സവങ്ങൾ, സാഹിത്യ ഉത്സവങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. മാതൃഭൂമിയാണ് ഇത് തുടങ്ങി വെച്ചതെന്ന് പറയാം. മാതൃഭൂമി ഫെസ്റ്റിവൽ, ലിറ്റററി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു സാധനം ആരംഭിച്ചു. അത് പിന്നീട് മനോരമയും കൃത്യമായിട്ട് അതുപോലൊരു പരിപാടി മനോരമയും തുടങ്ങി. അത് മറ്റൊന്നുമല്ല, ഹോർത്തൂസ് എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ മനോരമ ആരംഭിച്ചിട്ട് നിരവധി വർഷങ്ങളായി. ഈ വർഷത്തെ ഹോർത്തൂസ് പരിപാടിയിലാണ് അംബേദ്കർ വായിക്കപ്പെടേണ്ടതെങ്ങനെ എന്ന സെഷനിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്, സംവാദത്തിന് വേണ്ടിയിട്ട് ശ്രീജിത്ത് പണിക്കരെ ക്ഷണിച്ചത്. സഹ പാനലിസ്റ്റുകളായിട്ട് TS ശ്യാംകുമാർ അധ്യാപകനാണ്, അതുപോലെ സണ്ണി M കവിക്കാട് രാഷ്ട്രീയ നിരീക്ഷകനാണ്. ഇവരിത്രയും പേരുണ്ടായിരുന്നു. മോഡറേറ്റർ മായ പ്രമോദ് എന്നൊരു വനിതയാണ്, അവരും അംബേദ്കറിസ്റ്റാണ്. ഈ രണ്ടുപേരും അവകാശപ്പെടുന്നത്, അതായത് ശ്യാംകുമാറും ഇദ്ദേഹവും സണ്ണി M കവിക്കാടും അവകാശപ്പെടുന്നത് അംബേദ്കറിസ്റ്റുകളാണ് ഞങ്ങൾ എന്നാണ്. ശ്രീജിത്ത് പണിക്കർ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് പങ്കെടുത്തു. എന്നാൽ മനോരമ തങ്ങളുടെ പതിവ് രീതിയിൽ ശ്രീജിത്ത് പണിക്കരെയും കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അവിടെ ഈ ശ്യാംകുമാറിനും സണ്ണി M കവിക്കാടിനും വളരെയധികം സമയം അനുവദിച്ചു. എന്നിട്ട് സാധാരണ ചാനൽ ചർച്ചയിൽ എടുക്കുന്ന അതേ തന്ത്രം, അതിനൊന്നും മറുപടി പറയാൻ ശ്രീജിത്ത് പണിക്കർക്ക് അവസരം നൽകിയില്ല. ഒടുവിൽ ശ്രീജിത്ത് പണിക്കർ അവസരം ചോദിച്ചു വാങ്ങിച്ച് സമയം കൂടുതലെടുത്ത് തനിക്ക് പറയാനുള്ളത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഞാനിതിൽ ആര് ശരി ആര് തെറ്റ് എന്നുള്ളതല്ല എൻ്റെ വിഷയം, മറിച്ച് ശ്രീജിത്ത് പണിക്കർ തനിക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടി തിരുവനന്തപുരത്തുനിന്ന് വണ്ടിയും പിടിച്ച് മനോരമ സംഘടിപ്പിച്ച, എറണാകുളത്ത് സംഘടിപ്പിച്ച ഹോർത്തൂസിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഈ പറഞ്ഞ ശ്യാംകുമാറിനും സണ്ണി കവിക്കാടിനുമൊക്കെ സമയം ആവോളം അനുവദിച്ച് നൽകിയ മോഡറേറ്റർ ശ്രീജിത്ത് പണിക്കരുടെ അവസരം വന്നപ്പോൾ സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് മൈക്ക് ഓഫ് ചെയ്യാനാണ് ശ്രമിച്ചത്. ശ്രീജിത്ത് പണിക്കർ വിട്ടില്ല. നമുക്കറിയാം ശ്രീജിത്ത് പണിക്കർ എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക, അതിനുള്ള മിടുക്ക് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹം വളരെ തന്മയത്വത്തോടുകൂടി സ്വതസിദ്ധമായ ശൈലിയിൽ തനിക്ക് പറയാനുള്ളത് പറഞ്ഞു. കാണികളിൽ ഒരു വിഭാഗം ഇത് കേട്ട് കൈയടിച്ചു. ഉടനെ മറുവശത്തുനിന്ന് ചില ശൃഗാല സന്തതികൾ കൂവാൻ തുടങ്ങി. ഈ കൂവൽ കേട്ടൊന്നും തോറ്റുപോകുന്ന ആളല്ല താൻ എന്ന് ശ്രീജിത്ത് പണിക്കർ വ്യക്തമായി മറുപടി നൽകി. അദ്ദേഹം പറഞ്ഞു, എന്നെ കൂവി തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോവുകയുള്ളൂ. ഒരു സംവാദത്തിന് വിളിച്ചാൽ ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള മര്യാദ കാണിക്കണം.
ഇവിടെ ശ്യാംകുമാർ പറഞ്ഞതും സണ്ണി കവിക്കാട് പറഞ്ഞതുമൊക്കെ എല്ലാവരും കേട്ടു. അപ്പോഴൊന്നും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ കൂവിത്തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? അംബേദ്കർ പറയാത്തത് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ വിമർശിക്കാം. പക്ഷേ അംബേദ്കർ പറയാത്തതൊന്നും ഞാൻ പറയില്ല. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്തു. അവസാനം ഈ സദസ്സിൽ നിന്ന് വലിയൊരു വിഭാഗം ആൾക്കാർ ശ്രീജിത്ത് പണിക്കരെ പിന്തുണച്ച് രംഗത്ത് വന്നു. അതിൽ തന്നെ ഏറെ പേർ ദളിതരാണ്. അവിടെ എന്നെ അങ്ങേയറ്റം ആഹ്ലാദം കൊള്ളിച്ച, അഭിമാനം കൊള്ളിച്ച ഒരു സംഭവമുണ്ടായി. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി എൻ്റെ രാജ്യത്തെയും എൻ്റെ സംസ്കാരത്തെയും ഞാൻ പിറന്ന മണ്ണിനെയുമൊക്കെ സദാ ഓർമ്മിക്കാൻ വേണ്ടുന്ന, അഭിമാനത്തോടുകൂടി ഓർമ്മിക്കാൻ വേണ്ടുന്ന ഒരു സംഭവം അവിടെ അരങ്ങേറി. അവിടെ വന്ന ആൾക്കാർ പറഞ്ഞു, ഒരുപാട് പേർ പറഞ്ഞു, ഞങ്ങൾ ദളിതരാണ്, ഞങ്ങൾ പക്ഷേ ഈ രാജ്യത്തിനെതിരല്ല, ഞങ്ങൾ ഈ രാജ്യത്തിന് എതിരെ നിൽക്കുന്ന എന്തിനേയും ഞങ്ങൾ എതിർക്കും, അത് ഈ നാടിന് ആപത്താണ്. സംവാദങ്ങൾ എപ്പോഴും രണ്ടു വശത്തും ഉണ്ടാകണം, അല്ലാതെ ഏകപക്ഷീയമായിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് പോകരുത്. മറുപടി പറയുന്നതും കൂടി കേൾക്കാൻ നമ്മൾ തയ്യാറാകണം, അല്ലെങ്കിൽ അത് നമ്മുടെ നാടിന് ആപത്താണ്. നോക്കൂ, എത്ര അവർ ദളിതരാണ്, അവർക്ക് ഒരുപാട് പരാതികളുണ്ട്. അവരുടെ നേർക്ക് നടന്ന അട്രോസിറ്റീസ്, അല്ലെങ്കിൽ ആ വിഭാഗങ്ങൾക്ക് നേരെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് അവർ വളരെ ബോധവാന്മാരാണ്, ബോധവതികളാണ്. അതെല്ലാം അവർ അവിടെ ചൂണ്ടിക്കാട്ടുന്നു. ഞാൻ പൂർണ്ണമായിട്ടും അവരോട് യോജിക്കുന്നു. അവർ പറഞ്ഞതൊക്കെ ഒരുപാട് ശരികളുണ്ട് അതിനകത്ത്. പക്ഷേ മറുവശം കൂടി കേൾക്കാൻ നമ്മൾ തയ്യാറാകണം, അല്ലെങ്കിൽ ഏകപക്ഷീയമായി പോകും. ശ്രീജിത്ത് പണിക്കർക്ക് വലിയ പിന്തുണയാണ് അവർ നൽകിയത് എന്ന് മാത്രമല്ല, അവർ സംഘാടകരായ മനോരമയോട് ഈ വിഷയം അവതരിപ്പിക്കുകയും മനോരമയോട് വിമർശനം രേഖപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, വിളിച്ചാൽ സംസാരിക്കാൻ അവസരം കൊടുക്കണം. അത് അവർ പറയുന്നതും കൂടി കേൾക്കാൻ മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ ന്യായമായ സമയം കൊടുക്കണം. ശ്രീജിത്ത് പണിക്കരും അവിടെ തുറന്നാവശ്യപ്പെട്ടു, ഞാൻ സമയമാണ് ആവശ്യപ്പെടുന്നത്, സംവരണമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴാണ് അവിടെ കൂവൽ ഉയർന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആനുകൂല്യമൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ ആനുകൂല്യം ഒന്നും ചോദിക്കുന്നില്ല, എനിക്ക് അനുവദിക്കപ്പെട്ട ന്യായമായ സമയം, സംസാരിക്കാനുള്ള സമയമാണ് നിങ്ങൾ നൽകേണ്ടത്, ഞാൻ നിങ്ങളുടെ ഔദാര്യത്തിനല്ല കാത്തു നിൽക്കുന്നത്. നോക്കൂ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ആലോചിക്കണം, അംബേദ്കറെയും അയ്യങ്കാളിയെയും ഒക്കെ നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കണം. അംബേദ്കർ എതിരാളികളുടെ വാക്കുകൾ എപ്പോഴും കേൾക്കാൻ തയ്യാറായ ആളാണ്. അതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളിയും. ഈ നാട്ടിൽ ആരെയെങ്കിലും മഹാത്മാ എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ അത് ഒന്നാമത്തെ അവകാശി അയ്യങ്കാളിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹം നടത്തിയ പോരാട്ടം സമാനതകളില്ലാത്തതാണ്. ലോകത്ത് അത്രയും നല്ല പോരാട്ടം ഞാൻ ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമിയെയും ദയാനന്ദ സരസ്വതിയെയും സ്വാമി വിവേകാനന്ദനെയും ഒക്കെ ആദരിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്യുന്നയാളാണ്. പക്ഷേ എനിക്ക് അങ്ങേയറ്റത്തെ ബഹുമാനവും അഭിമാനവും തോന്നുന്നത് അയ്യങ്കാളിയെക്കുറിച്ചാണ്. കാരണം എന്തൊക്കെ വെല്ലുവിളി ഉണ്ടായിട്ടും, എത്രയൊക്കെ ചവിട്ടിയരയ്ക്കാൻ ശ്രമിച്ചിട്ടും, എത്രയൊക്കെ നശിപ്പിക്കാൻ നോക്കിയിട്ടും വിട്ടുകൊടുക്കാത്ത, സ്വധർമ്മത്തിൽ നിന്നുകൊണ്ട്, അത് നമ്മൾ ഒന്നുകൂടി ഉറപ്പിച്ചു പറയണം, സ്വധർമ്മത്തിൽ നിന്നുകൊണ്ട് മതം മാറാതെ അദ്ദേഹം നീതിക്ക് വേണ്ടി പോരാടി. അദ്ദേഹം ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്നു. തൻ്റെ വിഭാഗത്തിന്, ജാതീയമായി അടിച്ചമർത്തപ്പെട്ട തൻ്റെ വിഭാഗത്തിന് നീതി നേടിക്കൊടുക്കുന്നതിൽ, അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിൽ മഹാത്മാ അയ്യങ്കാളി നടത്തിയ പോരാട്ടം സമാനതകളില്ലാത്തതാണ്. അത് നമ്മുടെ എല്ലാ സ്തുതിഗീതങ്ങൾക്കും അപ്പുറത്തേക്ക് ഉയർന്നു നിൽക്കുന്നു. ഇന്ത്യൻ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു ഏട് അയ്യങ്കാളിയുടേതാണ്, മഹാത്മാ അയ്യങ്കാളിയുടേതാണ് എന്ന് പറയാൻ അങ്ങേയറ്റം അഭിമാനമേ ഉള്ളൂ എനിക്ക്. അത് തന്നെയാണ് ശ്രീജിത്ത് പണിക്കരും ഇവിടെ കാഴ്ചവെച്ചത്. അദ്ദേഹം പറഞ്ഞു, അംബേദ്കർ പറയാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അംബേദ്കർ പറഞ്ഞത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അംബേദ്കർ ഹിന്ദു മതത്തെ മാത്രമല്ല വിമർശിച്ചത്, അദ്ദേഹം ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ഒക്കെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം അവസാനം ഹിന്ദു മതത്തിനോടുള്ള തൻ്റെ വിയോജിപ്പ് അത് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഹിന്ദുമതം വെടിഞ്ഞ് ബുദ്ധമതത്തിലേക്ക് പോയി. അദ്ദേഹം ഒരിക്കലും ഇസ്ലാം സ്വീകരിച്ചില്ല, അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചില്ല, അദ്ദേഹം മറ്റൊന്നിലേക്കും പോയില്ല. അദ്ദേഹം ഹിന്ദുമതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന
ഐത്തത്തിനും അനാചാരത്തിനും എതിരെ നിലപാടെടുത്ത ബുദ്ധൻ്റെ മാർഗത്തിലേക്കാണ് അദ്ദേഹം പോയത്. അവിടെ അദ്ദേഹം പറഞ്ഞു, ഹിന്ദുമതത്തിലെ ഈ തെറ്റുകളൊക്കെ തിരുത്തിയെടുക്കണം, ഇത് കാലം ആവശ്യപ്പെടുന്നു. അതേസമയം ഇസ്ലാമിലെയും ക്രിസ്തു മതത്തിലെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അതിനെ വിമർശിക്കാനും അദ്ദേഹം ഒട്ടും അമാന്തം കാണിച്ചില്ല, അദ്ദേഹം ഒട്ടും വൈമനസ്യം കാണിച്ചില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇസ്ലാം മതത്തിലെ സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞത്, ഇസ്ലാമിൽ സാഹോദര്യമുണ്ട്, ഇസ്ലാമിനോട് മാത്രം. മുസ്ലിങ്ങളെ മാത്രമാണ് സഹോദരങ്ങളായിട്ട് കരുതുന്നത്. അതൊരു മാനവിക സാഹോദര്യമല്ല, ലോകം മുഴുവനും ഒന്നാണ് എന്ന ചിന്തയല്ല അവർക്കുള്ളത് എന്നും അദ്ദേഹം വിമർശിച്ചു. ഇതൊക്കെയാണ് ശ്രീജിത്ത് പണിക്കർ അവിടെ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂലി എഴുത്തുകാരായ ശ്യാംകുമാറിനും സണ്ണി കവിക്കാടിനുമൊന്നും ഇത് സഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ സാധിക്കില്ല. അവർ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിയും തട്ടി സ്ഥലം കാലിയാക്കി ശ്രീജിത്ത് പണിക്കർക്ക് മറുപടി കൊടുക്കാൻ നിന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അവിടെ നാണം കെട്ടത് മനോരമയാണ് എന്നുള്ളതാണ് സത്യം. മനോരമയ്ക്ക് ഒടുവിൽ തിരുത്തി പറയേണ്ടി വന്നു, മേലിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കില്ല, നല്ല മോഡറേറ്ററെ കൊണ്ടുവന്ന്, ഈ മോഡറേറ്ററും ഏകപക്ഷീയമായിട്ട് ഇവരുടെ ഒപ്പം നിന്ന് ഇങ്ങനെ അംബേദ്കർ എഴുതി വെച്ച ഏകപക്ഷീയമായിട്ട് ഒരു വിഭാഗത്തെ മാത്രം കുറ്റം പറയുന്ന കാര്യങ്ങൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് അംബേദ്കർ പറഞ്ഞ മറുവശത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ നിലപാടെടുക്കുകയായിരുന്നു. അതിനെയും ശ്രീജിത്ത് പണിക്കർ പൊളിച്ചടുക്കി. അവിടെ മനോരമ ഒടുവിൽ പറഞ്ഞു, ഞങ്ങൾ ഇനി ഇങ്ങനെ ഒരു സാഹസം ചെയ്യില്ല, തീർച്ചയായിട്ടും വരുന്നവർക്കെല്ലാം തുല്യമായ അവസരം കൊടുക്കും, മോഡറേറ്റർ പക്ഷം പിടിക്കാത്ത ആളെ മോഡറേറ്ററായിട്ട് വയ്ക്കും, ഞങ്ങൾ ഇനി അത് ശ്രദ്ധിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ആ സദസ്സിലുണ്ടായിരുന്നവരോട് മനോരമ മാപ്പ് പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കുന്ന കാഴ്ച ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്തായാലും ശ്രീജിത്ത് പണിക്കരോട് മുട്ടാറായിട്ടില്ല സണ്ണി കവിക്കാടും ശ്യാംകുമാറും. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂലി എഴുത്തുകാർ അതിനി ഒരു ജന്മം കൂടി ജനിക്കേണ്ടിയിരിക്കുന്നു എന്ന് ചുരുക്കം.